പാലക്കാട് നഗരത്തെ ഇളക്കിമറിച്ച് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ റോഡ് ഷോ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ ശോഭ. ആദ്യം പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥി നടന്നായിരുന്നു യാത്ര തുടങ്ങിയത്. പിന്നീട് തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പം നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ്, ബി.ജെ.പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, മുൻ ചെയർപേഴ്സൺ ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ എന്നിവരുമുണ്ടായിരുന്നു. CPM MLA മുകുന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വന്നത് ബി.ജെ.പി മുന്നേറ്റത്തിന്റെ തെളിവാണെന്ന് ശോഭ പറഞ്ഞു. CPM വലിയ രീതിയിലുള്ള അപചയത്തിലാണ്. ഗൗരിയമ്മയെ ബലികേടാക്കിയതുപോലെ ശൈലജയെയും ബലിയേടാക്കി. P.K. ശ്യാമളിയെ പ്രതിഷ്ഠ നടത്തുകയാണ്. പാലക്കാട് 13 വർഷത്തോളം MLA ആയിരുന്നയാൾ മണ്ഡലത്തിനു വേണ്ടി എന്തു ചെയ്തുവെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. തുടർന്നു വന്ന MLAയും ജനങ്ങളെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായത്. 15 വർഷമാണ് പാലക്കാടിന് നഷ്ടപ്പെട്ടത്. ബി.ജെ.പി പാലക്കാട് ഉയർത്തിപ്പിടിക്കുന്നത് സമഗ്രമായ പുരോഗതിയാണ്. പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മുന്നേറ്റത്തിനുള്ള വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വികസനമെന്ന അജണ്ട ഉയർത്തിപ്പിടിച്ചാണ് പോരാട്ടം. കർഷകർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, ടെക്നോളജിസ്റ്റുമാർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന്റെ പിന്തുണയോടെയാവും വികസനരേഖ അവതരിപ്പിക്കുക. ആരോഗ്യമേഖല, യുവജനത എന്നിവർക്കായി മാനിഫെസ്റ്റോ തയ്യാറാക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാടിന്റെ വിജയം മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലായി ഭാരതീയ ജനതാ പാർട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിറ്റിംഗ് MLA ശ്രീമാൻ മുകുന്ദൻ വരെ സ്വീകരിച്ച ഒരു കാഴ്ച നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട്. ഒരു സിറ്റിംഗ് MLA ശ്രീമാൻ മുകുന്ദൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നു എങ്കിൽ അതിന് തൊട്ടു മുൻപ് നമ്മൾ കണ്ടത് ദേവികുളം MLA ശ്രീ രാജേന്ദ്രനും അതുപോലെ തന്നെ CPIയുടെ ലീഡറായിട്ടുള്ള ശ്രീ അജിത്തും ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്ന് ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങളെയെല്ലാം തകർക്കുന്ന രീതിയിൽ പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് പോകുന്നത് മക്കൾ രാഷ്ട്രീയത്തിനും മരുമക്കൾ രാഷ്ട്രീയത്തിനും അനുകൂലിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രദേശത്തു നിന്ന്, കണ്ണൂരിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വാക്കുകളെ നമ്മൾ കേൾക്കുകയുണ്ടായി. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിന്റെയും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും വാക്കുകളോട് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറും പോളിറ്റ് ബ്യൂറോയുടെ മെമ്പറുമായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയന്റെ പ്രതികരണം നമ്മൾ ആരും കേരളത്തിൽ കേട്ടില്ല എന്നുള്ളതാണ്.